ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓസ്ട്രേലിയൻ വർക്ക് ആൻഡ് ഹോളിഡേ വിസയുടെ കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും എൻ്റെ ഇൻബോക്സിലാണെങ്കിലും കമൻറ്റ് സെക്ഷനിലൊക്കെ ആണെങ്കിലും പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റിക്വയർമെൻറ്റ്സിനെ പറ്റിയിട്ടും ചിലർക്ക് ആപ്ലിക്കേഷൻ പേ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ലോട്ടറി വിസയാണ്, ഇതൊരു ബാലറ്റ് വിസയാണ്, റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഒരു വിസയാണ്. 1000 വിസാസാണ് നമ്മുടെ ഇന്ത്യൻസിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് 1000 വിസസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാലയളവ് എന്ന് പറഞ്ഞൊരു 6 months to 12 months ആണ് ഇതിൻ്റെ ടൈം പീരീഡ്, ഇത് സെലക്ട് ആവാനുള്ള ടൈം പീരീഡ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജൂലൈ 15. ഇന്ന് ജൂലൈ 7, ഏകദേശം 8 ദിവസം കൂടെയാണ് ഇനി അതിനുള്ളത്. പിന്നെ ഈ ബാലറ്റിൻ്റെ ഇത് സെലക്ട് ആകുന്നതെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് വെച്ചാൽ April 13, 2026. അത്രയൊന്നും പോകില്ല, അതിന് മുമ്പൊക്കെ തന്നെ ഇവർ റാൻഡംലി സെലക്ട് ആകും. അപ്പം ഈ വർഷം ഇപ്പോൾ 2025-26 ഇപ്പോൾ അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. സോ അതൊരു സംഭവമാണ്. അതും കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ആണുള്ളത്. ഒന്ന് ബാലറ്റ് എലിജിബിലിറ്റിയും ഒന്ന് വിസ എലിജിബിലിറ്റിയും. വിസ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബാലറ്റിൽ നിന്ന് സെലക്ട് ആയതിന് ശേഷം മാത്രമുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പലർക്കും കുറേ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ IELTS പോലത്തെ അങ്ങനത്തെ എല്ലാം ഞാൻ ക്ലിയർലി പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങാം. ബാലറ്റ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായം മസ്റ്റായിട്ടുണ്ടായിരിക്കണം. അതിന് മുകളിലോട്ടോ അതിന് താഴോട്ടോ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് ഇവർ ക്വാളിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻസ് അവർ പറയുന്നില്ല. +2 കഴിഞ്ഞിട്ട് ഒരു 2 ഇയർ കോഴ്സൊക്കെ പഠിച്ചവർക്കാണല്ലോ അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നില്ല. എന്നാലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി ഉണ്ടാവും, സെലക്ട് ആവാൻ ചാൻസ് ഉണ്ടാവും. സോ അവരൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻസ് പറയുന്നില്ല. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവണം. ആ ഇമെയിൽ അഡ്രസ്സ് തന്നെ ആയിരിക്കണം നമ്മൾ ഫർദർ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഒരു വാലിഡ് ID കാർഡ്, നാഷണൽ ID കാർഡ്. അവർ നാഷണൽ ID കാർഡായിട്ട് ചോദിക്കുന്നത് പാൻ കാർഡാണ്, നമ്മുടെ ആധാർ കാർഡല്ല, പാൻ കാർഡാണ്. പാൻ കാർഡ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് $25 വേണം. പിന്നെ നമ്മുടെ ആ രജിസ്ട്രേഷൻ ഫോംസ് ക്ലിയർലി എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നമ്മൾ തന്നെ പ്രൂവ് ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ വാലിഡ് പാസ്പോർട്ട് അതെന്തായാലും മസ്റ്റായിട്ടുണ്ടാകണം. 6 month വാലിഡ് പാസ്പോർട്ട് നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇത്രയാണ് അവർ ബാലറ്റ് എലിജിബിലിറ്റി ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം, ഫോം ഫില്ല് ചെയ്യാം. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൺലൈൻ ബാങ്കിങ്ങും പേപ്പാൽ പോലത്തെ ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ത്രൂ നമുക്ക് പൈസ നമുക്ക് പേ ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ്. ചിലർക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ അവിടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. പ്രൊഫൈലിൽ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓപ്ഷൻസിൽ പേയ്മെൻറ്റ് ഉണ്ടാവും. അവിടെ പേയ്മെൻറ്റ് നമുക്ക് ക്ലിയർലി നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഓൺലൈൻ ബാങ്കിങ് ത്രൂവും നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാലറ്റ് എലിജിബിലിറ്റി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ബാലറ്റിൽ അപ്ലൈ ചെയ്യാം. ഇനിയെന്ന് പറയുന്നത് ബാലറ്റിൽ നിന്ന് സെലക്ട് ആവുന്ന ആൾക്കാർക്ക്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ സെലക്ട് ആവുന്ന ആൾക്കാർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ എലിജിബിലിറ്റി കാര്യങ്ങൾ വേണം എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മുടെ പേര് കറക്റ്റ് അത് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു വാലിഡ് നമ്മുടെ ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് 6 മാസത്തിൽ താഴെ മുമ്പ് നമ്മളെടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും വേണ്ടി വരുന്നൊരു കാര്യമാണ്. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ IELTS 4.5 ഓവറോൾ വേണം, അല്ലെങ്കിൽ TOEFL മിനിമം 32 സംതിങ് വേണം, അല്ലെങ്കിൽ PT അതായത് നമ്മുടെ പേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷിന് ഏകദേശം 30 ബേസ്ഡ് വേണം. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ IELTS 4.5 അല്ലെങ്കിൽ TOEFL 32 ബേസ്ഡ് വേണം, അല്ലെങ്കിൽ PTE 30 ബേസ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് എലിജിബിൾ ആവുന്നതാണ്.
പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ടായിട്ട് ഏകദേശം $5,000 നമ്മൾ കാണിക്കണം. ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഏകദേശം സംതിങ്, അതായത് നമ്മൾ പുറത്തിപ്പം സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോകുന്നതിൻ്റെ അത്ര ഫണ്ട് എന്തായാലും വേണ്ടി വരില്ല. സോ അത് ഒരു പ്രൂഫ് ഓഫ് ഫണ്ടായിട്ട് $5,000 നമ്മൾ ഷോ മണി ആയിട്ട് കാണിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. ആദ്യം തന്നെ ഓർക്കുക, നമ്മൾ ബാലറ്റിൽ നിന്ന് സെലക്ട് ആവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വിസ എലിജിബിലിറ്റിയും കാര്യങ്ങളും ഇത്ര റിക്വയർമെൻറ്റ്സ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്ലൈ ചെയ്യാൻ IELTS-ൻ്റെ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഫുൾ റിക്വയർമെൻറ്റ്സ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായും പിന്നെയും കാണാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. ഓക്കെ, ബൈ.